കല്യാണത്തിന് കൂട്ടിവെച്ചിരുന്ന സ്വർണം പോയത് പിന്നെയും സഹിക്കാം. കല്യാണച്ചക്കനെ കള്ളനാക്കിയതാ സഹിക്കാൻ പറ്റാത്ത. സഹദേവന്റെ ലുങ്കി കാണാതാവുന്നതും രാധയുടെ നിശ്ചയം നടക്കുന്നതും ഒരേ ദിവസ. നിശ്ചയം ഉച്ചയ്ക്ക് മുമ്പ്, ലുങ്കി മോഷണം പോയത് അന്ന് വൈകിട്ട്, അതേ ലുങ്കി കൊടുത്ത് ഇവിടെ കള്ളം കയറിയത് അന്ന് രാത്രി. കള്ളൻ എന്തിനാ ചെറിയ ലുങ്കി എടുത്ത് തന്നെ പുതപ്പിച്ചേ? അത് അവൻ പുതപ്പിച്ചതാണോ അതോ നീ എടുത്ത് പുതച്ചതാണോ എന്നൊക്കെ അവനെ കൈ കിട്ടിയാലേ പറയാൻ പറ്റൂ. സഹദേവന്റെ ലുങ്കി ഇവിടെ വീണ അന്വേഷണം സഹദേവന്റെ നേരെ ചെല്ലും. അത് കള്ളനും അറിയാം, കള്ളനെ അയച്ചവനും അറിയാം. സഹദേവനെ കള്ളനാക്കിയിട്ട് അവർക്ക് എന്താ ലാഭം? സഹദേവൻ കള്ളനായ കല്യാണം കലങ്ങും. സ്വർണം തിരിച്ചു കിട്ടിയാലും കള്ളനാണെന്ന് സംശയിക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ രാധെ കൊടുക്കോ? അത് തന്നെ ആരുടെ എത്രയും വലിയൊരു ബുദ്ധി? തുമ്പശ്ശേരി കുറുപ്പ്. കുറുപ്പല്ലാതെ ഇതിനകത്ത് വേറൊരു പെരുങ്കള്ളനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഹത്ത് എണ്ണയും തേച്ച് കത്തിയും പിടിച്ച് ഇതിനകത്ത് കയറിയത് തുമ്പശ്ശേരി കുറുപ്പല്ല. എന്നാൽ അങ്ങനെ കക്കാനും കക്കുമ്പോ വേണ്ടി വന്ന കൊല്ലാനും ആ കുറുപ്പിന്റെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്വർണം തുമ്പശ്ശേരി കുറുപ്പിന്റെ വീട്ടിൽ കാണും. തുലാം 16 കഴിയുന്നവരെ അയാളത് വിൽക്കില്ല. നിധി കാക്കുന്ന ഭൂതം പോലെ അയാളത് സൂക്ഷിച്ചു വെക്കും. അതെന്താ അയാള് വിൽക്കാത്തെ? വിറ്റ ശേഷം പോലീസ് പിടിച്ചാ അത് നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് അയാൾക്കറിയാം. അപ്പൊ കല്യാണം നടക്കും. അതുകൊണ്ടാ തുലാം 16 കഴിയാതെ അയാളത് വിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ? CID അല്ല, വലിയ പറമ്പ് തിരുവിപുരം വീട്ടിൽ നാരായണ മാഷ്ട മകൻ ദിനകരൻ. അല്ല, നമുക്ക് എല്ലാവരും വിളിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കാനല്ലോ കൊച്ചുകൃഷ്ണ. പോലീസ് വേഷത്തിലവിടെ കയറിച്ചെല്ല, കുറുപ്പിന്റെ കയ്യിൽ വിലങ്ങു വെക്കാ, പിടിച്ചുകൊണ്ടുപോയി ജയിലിടാ. എന്താ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്താ കൊണ്ടുപോയതിനേക്കാളും വേഗത്തിൽ തുമ്പശ്ശേരി കുറുപ്പ് തിരിച്ചു വരും. ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഈ നാടകളെ കുട്ടിച്ചോറാക്കും. പുറമേ ഒരു വിഡ്ഢിവേഷം പോലെ കാണുന്നേ ഉള്ളൂ. എന്നെ പച്ചയ്ക്ക് തിന്ന പിശാചാവൻ. അവനോട് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കണം. ഇനിയും കാത്തു നിന്ന് നമുക്കൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വയസ്സാവും. കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കണം. കളവ് പോയ സകല സ്വർണവും ഇപ്പൊ കുറുപ്പിന്റെ വീട്ടിലുണ്ട്. പോലീസിന്റെ സഹായമില്ലാതെ നമ്മളത് തിരിച്ചെടുക്കുന്നു. ഈ കളി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ കക്ക് നമ്മുടെ സാധനങ്ങള് നമ്മളറിയാതെ ഒരാൾ എടുത്തുകൊണ്ട് പോയി. അത് നമുക്ക് തിരിച്ചെടുത്തോണ്ട് വന്നൂടെ? അതിന് കക്കാന്ന് പറയാ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കാന്ന് അധികാരി അങ്ങോട്ട് വിചാരിച്ചേ. സംശയിക്കാണ്ട് വിചാരിച്ചു. ഇതൊരു വലിയ വീട്. ഈ വീടിന്റെ ഒരു ഭാഗത്ത് തുമ്പശ്ശേരി കുറുപ്പ്, ഇപ്പുറത്തെ അധികാരി, തൊട്ടിപ്പുറത്ത് ഗോവിന്ദൻകുട്ടി, ഇപ്പുറത്തെ പണിക്കര്, ഈ ഭാഗത്ത് ഞങ്ങള്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കുമ്പോ ഇവിടെ ഈ മുറിയിൽ കഴിയുന്ന ഞങ്ങളുടെ കുറച്ച് സ്വർണം എന്തോ ഒരു അത്യാവശ്യത്തിന് ആരോടും പറയാതെ അടുത്ത മുറി താമസിക്കുന്ന കുറിപ്പെടുത്തോണ്ട് പോയി. ഈ തോർത്തുമുണ്ട്, മുടി ചെയ്യുന്ന ചീപ്പ്, മുഖത്തിടുന്ന പൗഡർ, ഇതൊക്കെ വീട്ടിൽ തന്നെ ഓരോരുത്തർ ചോദിക്കാണ്ടും പറയാണ്ടും എടുത്തോണ്ട് പോയി കട്ടുമേലും കുളിമുറിയിലും ഒക്കെ വെക്കുന്നില്ലേ? അതൊക്കെ അവരോട് ചോദിച്ചിട്ടാണോ നമ്മൾ പോയി എടുക്കാറ്? അതെ, ചോദിക്കാണ്ട് കുറിപ്പെടുത്തോണ്ട് പോയ നമ്മുടെ സ്വർണം നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മൾ തന്നെ നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വേറൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. മൂർഖനെ കൊല്ലാൻ വേറൊരു മൂർഖൻ വിചാരിച്ച കഴിയില്ല. അതിന് രാജവെമ്പാലയാവണം. കാര്യം നമ്മളൊക്കെ തനി പാവങ്ങളാ എന്ന് വെച്ച് ഒരിക്കലെങ്കിലും രാജവെമ്പാല ആയില്ലെങ്കിൽ ഈ നാടും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. ഇൻസ്പെക്ടറോടും കമ്മീഷണറോടും ഒക്കെ സങ്കടം പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോഴേക്കും കമ്മീഷൻ ഒരുപാട് ആവുകയും ചെയ്യും. ഉള്ള സമയവും പോവും. കുറുപ്പ് അതെല്ലാം വിറ്റ് കാശുവാക്കും. കുറുപ്പിന്റെ വീട്ടിൽ കയറി സകലതും തിരിച്ചു വെക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരും. ആരൊക്കെ ഉണ്ടാവും മാത്രമേ പറഞ്ഞാൽ മതി. ആ കുറുപ്പും കുറുപ്പിന്റെ ആൾക്കാരും ഒഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. നാളെ രാവിലെ നമ്മൾ ഭഗവതിക്ക് തേങ്ങറിയും. അതോടെ പരിശീലനം ആരംഭിക്കും. എന്നാ പിന്നെ സമസ്താപരാധങ്ങളും പുറത്ത് അശേഷം അടിപതറാതെ മുന്നേറാൻ നമുക്കെന്ന് സാധിക്കട്ടെ. അതെ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കാം. പത്തിരിപ്പലകയിൽ ചരക്കടുക്കി വെച്ചിട്ട് മാസങ്ങളായി. തുലാം 16 ഫെബ്രുവരി 17 ഇപ്പഴിങ്ങെത്തും. ഏട്ടാ, സമയത്ത് ചരക്കയച്ചില്ലെങ്കിൽ ലേലം വിളിച്ച കാശ് പോലെ ഏട്ടന് കിട്ടൂല. ഏട്ടാ, നീ എന്നെ അങ്ങനെ ഊതല്ലേ. വിളിച്ചതിന്റെ 10 ഇരട്ടി ചരക്ക് ഞാൻ പീസായി വിൽക്കും. ഹൈദരാബാദിൽ നിന്ന് വിളിച്ച പിച്ചളക്കെട്ടില് ബാംഗ്ലൂർ അയക്കണ്ട. അത് നേരെ ദുബായ് തങ്കച്ചൻ അയക്ക്. അത് അങ്ങേർക്ക് ഞാൻ കച്ചവടാക്കിയിരിക്കും. എന്റെ അമ്മേ, അത് പിത്തളയല്ല, വെറും പോളിഷാ. ആ കട്ടില് 1/4 കാശിന് കൊള്ളില്ല. ദുബായ് തങ്കച്ചനും കാക്കാശിന് കൊള്ളൂല. അതല്ല ഞാൻ അങ്ങോട്ട് അയച്ചത്. നീ ഒഴുക്കി. ഏട്ടാ, ഞാൻ ഇന്ന് ഫുൾ ഫിറ്റ് ആവും. ഏട്ടനോ? ഞാനും. സോഡ നീ കുടിച്ചോ?
കണ്ണുകൂടി തീരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അവിടെ ആർക്കും ബോധമില്ലാതിരിക്കുന്ന നല്ലത്. എല്ലാവരുടെയും ബോധം പോയാൽ സ്വർണ്ണം എവിടെ വെച്ചത് നമ്മൾ ആരോടൊന്നും ചോദിക്കാം മാഷേ. ദേ പട്ടി കുറച്ചു. അയ്യോ അത് പട്ടി വരച്ചല്ല, അച്ഛന് ദേഷ്യം വരുമ്പോ ഉണ്ടാക്കണ സൗണ്ടാ. അധികാരി അകത്ത് കയറിയാ ഈ നാട്ടുകാർ മുഴുവനും ജയിലിൽ കിടക്കും. അധികാരി അകത്ത് കയറണ്ട. പഴയ അധികാരിപ്പണി തുമ്പശ്ശേരി കുറിപ്പ് എങ്ങനെ തെറിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അധികാരിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ. അച്ഛൻ എന്തോ ഒരു വിഷമം പോലെ. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഒരു സ്കൂൾ മാഷ ഞാൻ. ഞാൻ ആ കള്ളന്റെ വേഷം കിട്ടി ഇരുട്ടത്തിരിക്കണേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ മെഡൽ ഒരുക്കിയിട്ടില്ല അച്ഛൻ ആദ്യമായിട്ട് രാധയ്ക്ക് ഒരു മാല ഉണ്ടാക്കിയത്. അതെ, ആ മാലയും കൂടി എടുക്കാനല്ലേ നമ്മൾ പാത്ത് കയറാൻ പോകുന്നത്. അതെ. ഈ വിവരം പ്രസിഡന്റ് അറിഞ്ഞ പ്രസിഡന്റ് കൂടി നമ്മുടെ കൂടെ കരിയും തേച്ച് അകത്ത് കക്കാൻ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. അച്ഛനെ എഴുന്നള്ളിക്കാൻ കൊണ്ടല്ല അനങ്ങാണ്ട് നിൽക്കവിടെ. വത്സലേ, അല്ലേ വത്സലേ, ഇവക്ക് ഇവിടെ പണ്ടൊരു തലയുണ്ടായിരുന്നല്ലോ. തലയല്ലേ എന്റെ ഭദ്രകാളി ഉറങ്ങിയോടി? അങ്ങോട്ട് നീങ്ങി കിടക്കേ. കുറുപ്പിട്ടിയും ഇതിനകത്ത് കയറാം. പിന്നാമ്പുറത്ത് കൂടെ കയറി അന്തസ് കളയാതെ മുന്നിൽ പൂട്ടങ്ങോട്ട് പൊളിച്ചാലോ? പൂട്ട് പൊളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിനുള്ള ശക്തി നമുക്കില്ലേ? അതല്ലടാ, മുന്നിലെ വാതിലിന് പൂട്ടില്ല. അപ്പൊ അതിന് പൂട്ടോട് പോയി. അതന്നെ ഞാനും ആലോചിക്കണേ. നല്ല കള്ളന്മാര്. ഈ കള്ളന്മാരും വെച്ച് എങ്ങനെയാണ് ഈശ്വരൻ ഞാൻ പോയ സാധനങ്ങൾ കക്കുന്നത്? ഒരു വഴിയുണ്ട്, എല്ലാവരും ശ്വാസം ഇടാതെ എന്റെ പിന്നാലെ വന്നാ മതി. ശ്വാസം വിടാൻ ഞാൻ ചത്തുപോകില്ലെന്ന് എനിക്കൊരു സംശയം. ദിനകര അച്ഛൻ കുറിച്ചു. അത് ഞാനല്ലടാ, ശരിക്കുള്ള പട്ടിയ. രാമകുമാർ എവിടെ പോയ? ഇതിപ്പോ എവിടെ? ഇവിടെ ഒരു ചെറുത്തന്മാരില്ലേ? ബാത്റൂം ആ ശരി. നീ ആരാ? പ്ലംബറാ, ഞാൻ പൈപ്പ് ശരിയാക്കാൻ വന്നതാ. ഞാൻ പണി വെച്ചിട്ട് പോടാ. ഓ അല്ല, സാറ് മൂത്രമൊഴിക്കണല്ലേ? ഞാൻ മൂത്രമൊഴിച്ചില്ല. അത് ഞാനാ മൂത്രമൊഴിച്ചത്. ഓ സോറി സോറി. ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല. താങ്ക് യു. പോറ്റെ പോറ്റെ പോറ്റെ. ഇതിപ്പോ എവിടെ ഒന്ന് കൊണ്ടുപോയി ചാരുക? പട്ടിക്കൂട്ടി കൊണ്ടേ കിടത്താം. അവർക്ക് ഇഷ്ടാവോ? ഇഷ്ടമായില്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ജനാർദ്ദനക്കുറുപ്പിനെ കുളിമുറിയിലിട്ട് പൂട്ടി. ചന്ദ്രക്കുറുപ്പ് ഇതിനകത്തില്ല. വത്സലേ വത്സലേ വത്സലേ. ഞങ്ങൾ നാരായണൻ മാഷ് ആവാഹിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരി കുറുപ്പ് ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വേഗം പറ, ഇല്ലേ ഉമിക്കിരിയാക്കും. എന്തൊക്കെയോ പെട്ടികള് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഓഹോ, അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവിടിഞ്ഞ് 3 നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരി കുറുപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം. പൂജ നിർത്താം. കുറുപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ച് കിടന്നോ. ചിന്നക്കുറുപ്പെങ്കിൽ ചിന്നക്കുറുപ്പ് ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കേറിയാൽ പോരെ? സമയം എത്രയായില്ലേ? നാളേക്ക് വെച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട. എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറുപ്പിന്റെ നേരെ ചെല്ലട്ടെ.
കാല് പിടിച്ച് മാപ്പറിന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാലുമ തൂങ്ങിച്ചാവണ ആൾ ആദ്യമായിട്ട് കാണുക. കാല് വിടറി. രുക്മിണി എന്നാണല്ലേ പേര്. തൂങ്ങിച്ചാവാൻ പോവായിരുന്നു അല്ലേ? ഇതിനുമുമ്പ് തൂങ്ങിയിട്ടുണ്ടോ? കാലില് കയറ് കുടുങ്ങിപ്പോ പാമ്പാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ? അത് ഇങ്ങനെ നേരിട്ട് കണ്ടോണ്ടാ. എന്റെ പേര് ദിനകരൻ. അച്ഛൻ നാരായണ മാഷ് ഇതുപോലെ വേഷം കെട്ടി പുറത്തെവിടെയുണ്ട്. അമ്മ സ്ഥലത്തില്ല. അനിയത്തി രാധ, അവളീ വേഷം കെട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ചിന്നക്കുറുപ്പിന്റെ പറമ്പിൽ നടന്നു കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വീടിനകത്ത് വലിയൊരു വിഷപ്പാമ്പുണ്ടല്ലോ, ചിന്നക്കുറുപ്പ്. നിങ്ങളുടെ അച്ഛൻ? അതെന്റെ ചെറിയച്ഛനാ. അച്ഛൻ മരിച്ചുപോയി. ഓ, അപ്പൊ അച്ഛന്റെ അടുത്തേക്കുള്ള പോക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തൂടെ? അകത്തേക്ക് പോയി ദിനകരനെയും കാണാനില്ല, പുറത്തു നിന്നാ അധികാരിയും കള്ളന്മാരെയും ഒന്നും കാണാനില്ല. അവര് പിന്നെ എവിടെ പോയി? അവരെ ഇനി വല്ല കള്ളന്മാരും പിടിച്ചോണ്ടോയോ? ഇവിടുത്തെ പത്തായപ്പുരയില് ആ കുറുപ്പ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. പത്തായപ്പുരയുടെ താക്കോല് ചെറിയച്ഛന്റെ തലങ്ങടെ താഴെ ഉണ്ടാവും. എവിടെയാ തലേണ? ഓ, എന്താകത്തൊരു ശബ്ദം? അപ്പൊ മറ്റതോ? ഓ, ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കാന്ന്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയേ, ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യണ്ടേ? ഈ കാട്ടുജാതിക്കാരുടെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ജീവിക്കാതെ ഇനിയുള്ള കാലം ഞങ്ങളെപ്പോലുള്ള നാട്ടുജാതിക്കാരുടെ കൂടെ പുറത്ത് കഴിഞ്ഞൂടെ? അങ്ങനെ കുറച്ചു കാലം നന്നായി ജീവിച്ച് ഒടുക്കം മനസമാധാനത്തോടെ തൂങ്ങി മരിക്കുന്നല്ലേ ബുദ്ധി? ദിനകരൻ അച്ഛാ, കിട്ടിയോ? സ്വർണം കിട്ടിയോ? സ്വർണം കിട്ടിയില്ല. സ്വർണം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. പേര് രുക്മിണി. ചിന്നക്കുറുപ്പിന്റെ വീട്ടിലെ ജീവിതം എടുത്ത് തൂങ്ങി മരിക്കാൻ പോവായിരുന്നു. ഞാൻ ആദ്യം ഇവളെ കട്ടു. കാണാതെ പോയ സകല ഉരുപ്പടിയും ഇവിടുത്തെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാ അതിന്റെ താക്കോല്. ഇനി അതുകൂടി കട്ടാ മതി. ഇല്ല അച്ഛാ? നമ്മുടെ സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാരമില്ല, എന്തായാലും ഞാൻ കട്ടു. ഇനി ഇവിടെ തിരിച്ചാരും കക്കാതെ നമ്മൾ നോക്കിയാ പോരെ അച്ഛാ? മതി. അതിനു മുമ്പ് പത്തായപ്പുര കാലിയാക്കുക. കോഴി ഇപ്പൊ കൂവും. ദാ കൂവി. അയ്യ, അത് കോഴിയല്ല, കുറുക്കനാ. ചന്ദ്രപ്പനാണോന്ന് സംശയം. സംശയം വേണ്ട, ചന്ദ്രപ്പൻ തന്നെയാ. ഉറങ്ങാണോന്ന് സംശയം. ഉറങ്ങൊന്നല്ല, ഫുൾ ഫിറ്റാ. ആദ്യം നമുക്ക് ഇതോടുന്ന് മാറ്റാം. മടക്കിക്കോ, മടക്കിക്കോ. വേണം, കൊണ്ടുപോ. അങ്ങോട്ട് കൊണ്ടുപോകും. അയ്യോ, പെട്ടിയിലിട്ട കാറ്റ് പോവുന്ന സംശയം. ഓ, ഈ അധികാരിയുടെ ഒരു ഒടുക്കത്തെ സംശയം. ഇതൊന്നും അത്ര പെട്ടെന്ന് കാറ്റുള്ള സൈസ് അല്ല. പെട്ടിക്കാണെങ്കിൽ ദൂരമുണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ഉള്ള ദ്വാരങ്ങളെ ധാരാളാ. എന്നാ ഇനി അടയ്ക്കാം. അടച്ചു. ഓ, എന്തോരം സാധനങ്ങളാ. സംശയിക്കണ്ട, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറുപ്പന്റെ ആൾക്കാർ കട്ട സാധനങ്ങളാ. മോനെ ദിനകരാ,
രാധയുടെ ആഭരണങ്ങള് ഒന്നും വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടില്ല, എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഇന്ന് തന്നെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിലും കയറണമെന്ന് നീ വാശി പിടിച്ച് നന്നായി മോനെ. ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നാളെ നാട് കടന്നേനെ. ഇന്ന് തന്നെ കയറിയതുകൊണ്ട് ഈ 10,000 രൂപയുടെ താക്കോലെടുത്ത് തരാൻ എനിക്ക് രുക്മിണി കിട്ടി. നാളെ ആയിരുന്നെങ്കില് അവള് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഈ താക്കോലും കിട്ടില്ലായിരുന്നു. മോള് പേടിക്കണ്ട, അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ. ഒരപകടവും കൂടാതെ തിരിച്ചു വരും. വാ.